ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പർദ്ദയ്ക്ക് റെഡിമെയ്ഡ് പർദ്ദയിൽ ഒരു പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ച പർദ്ദയിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് പർദ്ദ ഇങ്ങനെ വിടുത്തിയിട്ട് കൊടുത്തതിന് ശേഷം കൈക്കൂടിയുടെ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നമുക്ക് പോക്കറ്റ് പിടിപ്പിക്കാനായിട്ട് ഒരു 13 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് താഴേക്കാണ് നമ്മൾ പോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഒരു 5.5 തൊട്ട് ഒരു 7.5 വരെയൊക്കെ എടുക്കാം പോക്കറ്റിന്. അപ്പം ഞാനിവിടെ ഒരു 7.5 എടുക്കുന്നത്. പോക്കറ്റിന് വേണ്ടിയിട്ട് ഒരു 7.5 എടുക്കുന്നുണ്ട്. ഇതുപോലെ 7.5 അടയാളപ്പെടുത്തി കൊടുത്തു. അതുപോലെ നമുക്കിത് രണ്ടും ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ടാണ് നമുക്ക് പോക്കറ്റിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാനുള്ളത്. ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്കിതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. തയ്യൽ തുമ്പ് ആണ് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം താഴേക്ക് നമ്മൾ പോക്കറ്റിന് എത്രയാണോ അടയാളപ്പെടുത്താനുള്ളത് അത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ പർദ്ദയിൽ 7.5 അടയാളപ്പെടുത്തി കൊടുത്തത്, അതുപോലെ 7 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് സൈഡിലേക്ക് 2 താഴെ മുകളിൽ ഇതുപോലെ സൈഡിലേക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം അതിനെ ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലവ് ചിഹ്നത്തിൻ്റെ പകുതി പോലെ ഇതുപോലെ ഒരറ്റത്ത് നിന്ന് ഇതുപോലെ വളച്ച് വരച്ചു കൊടുത്ത് മറ്റേ അറ്റം വരെ ഇതുപോലെ വളച്ച് വരച്ചു കൊടുക്കാം. റൗണ്ട് ഷേപ്പിലെടുത്താൽ അത് ഫ്ലെക്സിബിളായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് റൗണ്ട് ഷേപ്പിലെടുത്തത്. പോക്കറ്റ് നമുക്ക് ചതുരത്തിലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വരച്ചു കൊടുത്തേക്കുന്ന അതവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫുള്ള് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം വേണം, തയ്യൽ തുമ്പ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത ഭാഗങ്ങൾ വിട്ടതിന് ശേഷം വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. ഇത് അറിയാൻ വയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ക്ലിയറായിട്ട് മനസ്സിലാകട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതുപോലെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമുക്കിത് ഫുള്ളൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാലൻസ് ഉള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയാണ്. അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫിനിഷിങ്ങിലിരിക്കും. നമ്മൾ ഓവർലോക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും. ഓവർലോക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഓവർലോക്കിൻ്റെ മെഷീൻ. ഇതിൽ വെച്ച് ഞാൻ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കട്ടെ. ഓവർലോക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിലായിരിക്കും ഇരിക്കുന്നത്. റെഡിമെയ്ഡ് ലുക്കിലിരിക്കും. സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ഓവർലോക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പോക്കറ്റ് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഫുള്ള് ഞാൻ ഓവർലോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് മറിച്ചെടുക്കാം. ഞാനത് മറിച്ചെടുത്തിട്ടുണ്ട്. പോക്കറ്റ് മറിച്ചെടുത്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പർദ്ദയിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. പർദ്ദയിലേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം, ഈ പോക്കറ്റിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പർദ്ദയുടെ താഴ്ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പർദ്ദ ഇതുപോലെ നേരെ വെച്ചിട്ടതിന് ശേഷം താഴെയുള്ള ഭാഗത്ത്, മുകളിലുള്ളതല്ല താഴെയുള്ള ഭാഗത്താണ് നമ്മൾ ഈ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം വെച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റിന് വരും. നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ആ 7.5 ഇഞ്ച് നമ്മൾ സ്റ്റിച്ചിങ് വിടുത്തിയിട്ടുണ്ട് പർദ്ദയിൽ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴ്ഭാഗത്ത് മെറ്റീരിയലിൽ ഇതുപോലെ പോക്കറ്റിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റിന് പോക്കറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് വരുന്ന ഭാഗം പർദ്ദയുടെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കുക. താഴ്ഭാഗത്തുള്ളിടത്ത് വെച്ച് കൊടുക്കുക. ബാക്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. 2 പീസാണല്ലോ, ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് വരുന്നത്. അതിൽ ബാക്ക് പീസിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പോക്കറ്റിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ നിന്നും താഴേക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ലോയിൽ കാണിക്കുന്നത്. പർദ്ദയിൽ പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ആദ്യം പോക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഭാഗം വേണം നമ്മൾ പർദ്ദയിലൂടെ ബാക്ക് പീസിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിന് ശേഷമാണ് പോക്കറ്റിൻ്റെ ബാക്ക് പീസും പർദ്ദയുടെ ഫ്രണ്ട് പീസും തമ്മിൽ യോജിപ്പിക്കുന്നത്.
ഞാൻ ഇതുപോലെ വെച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്ക് പാർട്ട് എൻഡ് വരെ നമ്മളിതുപോലെ സ്റ്റിച്ചിങ് വിടുത്തിയിരിക്കുന്ന ഭാഗം വരെയാണ് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് അത് പിന്നെ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതും മുകളിൽ നിന്ന് താഴെ വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്ത് മുകളിൽ നിന്നും താഴെ വരെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിങ് വിടുത്തിയിരിക്കുന്ന ഭാഗം വരെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പർദ്ദയിൽ സ്റ്റിച്ചിങ് വിടുത്തി കൊടുത്തേക്കുന്ന ഭാഗം വരെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം മുകളിൽ ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോക്കറ്റിൻ്റെ പിന്നെ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഒരു പ്രസർ അകലത്തിൽ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടും, എല്ലാം കറക്റ്റിനിരിക്കും. അപ്പം നമുക്ക് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡിൽ കൂടെ ആ ഷേപ്പിൻ്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും പോക്കറ്റിൻ്റെ സൈഡിൽ കൂടി വേണം പിന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു പ്രസർ അകലത്തിൽ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടി ഇതുപോലെ റൗണ്ടിൽ കൂടി ഇതുപോലെ നമ്മൾ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നീട് പോക്കറ്റിൻ്റെ എൻഡ് ഭാഗത്ത് വരുമ്പോൾ പിന്നീട് പർദ്ദയുടെ താഴേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റിനിരിക്കും. അതിനുശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഭാഗവും നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഞാനിതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കട്ടെ. രണ്ട് സൈഡും ഞാനിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ വരും. ഇതാണ് പോക്കറ്റ്. നമുക്ക് പോക്കറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഇരിക്കും. നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഇത് മറിച്ചെടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് തോന്നില്ല. എല്ലാ സ്റ്റിച്ചിങ്ങും ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നന്നായിട്ടിരിക്കും പോക്കറ്റ്. ഇതാണ് പുറം ഭാഗം ഇതുപോലെ ഇരിക്കും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉള്ളിലേക്ക് മറ്റേ മെറ്റീരിയലും പോക്കറ്റും വരും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.